നിറങ്കൈതക്കോട്ട ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് ഞാൻ. നിറങ്കൈതക്കോട്ട ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറയുമ്പോൾ നേരിട്ട് ഈ ക്ഷേത്രഭരണം കൈയാളുന്ന ഒരു സമിതിയല്ല ഇത്. ഈ ക്ഷേത്രം പൂർണ്ണമായും കോഴിക്കോട് സാമൂതിരിരാജ വകയാണ്. ഇതെങ്ങനെ സാമൂതിരിരാജയുടെ കൈവശമായി എന്നുള്ള ചരിത്രം അമ്മത്തൂർ പണിക്കർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. കമ്മിറ്റി പ്രധാനമായിട്ടും ചെയ്തു വരുന്നത് ഇവിടുത്തെ ഉത്സവ ആഘോഷ പരിപാടികൾ, പിന്നെ ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട അവരുടെ ക്ഷേമ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സൗകര്യം ഒരുക്കുന്ന കാര്യങ്ങൾ, പിന്നെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണികൾ, അങ്ങനെയുള്ള ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലം ഒക്കെ നടന്നു വന്നിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് അതിന് വിഭിന്നമായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ജീർണോദ്ധാരണ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അതിന് സാമൂതിരിരാജയുടെ അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന പ്രധാന ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ അയ്യപ്പ ക്ഷേത്രത്തിലെ അഞ്ചാംകുളം പാട്ടുത്സവമാണ്. ഈ പാട്ടുത്സവം മുമ്പ് ഇപ്പോൾ പാലക്കാട്ടുള്ള കൊടുന്തരപ്പള്ളി ബ്രാഹ്മണ സമൂഹം നടത്തി വന്നിരുന്നതാണ്. എന്നാൽ അവർ പാട്ടുത്സവം നടത്താതായതിനെ തുടർന്ന് കമ്മിറ്റി അവരുടെ അനുഭവത്തോടുകൂടി നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി നേരിട്ട് ഏറ്റെടുത്ത് വരികയാണ്. അങ്ങനെ അഞ്ചാംകുളം പാട്ടുത്സവം ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് ആഘോഷപൂർവ്വം നടത്തി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം 5 പാട്ടുത്സവങ്ങളോടനുബന്ധിച്ചും പ്രത്യേക ക്ഷേത്രകല പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ കമ്മിറ്റിയും ദേവസ്വം കൂടി സഹകരിച്ചാണ് എല്ലാ പരിപാടിയും ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊന്നുള്ളത് ഈ മേക്കോട്ട താലപ്പൊലി മഹോത്സവമാണ്. കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ടാണ് ഇത് നടത്തി വരുന്നത്. ഈ ക്ഷേത്ര ആഘോഷ സംബന്ധമായ പരിപാടിയും അതിൻ്റെ ചിലവുകളും പൂർണ്ണമായിട്ടും നാട്ടുകാരിൽ നിന്നും പിരിവെടുത്തുകൊണ്ട് കമ്മിറ്റിയാണ് നടത്തി വരുന്നത്. അതേസമയം ആചാരപരമായ ചടങ്ങുകളുടെ ചിലവുകളെല്ലാം ദേവസ്വം തന്നെയാണ് നടത്തുന്നത്. താലപ്പൊലി ആഘോഷത്തിന് ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം കമ്മിറ്റി പിരിച്ചെടുത്ത് ഏകദേശം അത്ര തന്നെ ചിലവും വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സാമൂതിരി രാജയുടെ ഉടമസ്ഥതയിലുള്ള ഒരു അമ്പലമാണ്. അതുകൊണ്ട് സാമൂതിരി രാജയുമായി സഹകരിച്ച് അതുപോലെ ദേവസ്വമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് കമ്മിറ്റി ഇവിടെ നടത്തി വരുന്നത്. ഈ നിറങ്കൈതക്കോട്ട മേക്കോട്ട ഈ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം എന്ന് പറയുമ്പോൾ അത് ഈ അയൽ പ്രദേശങ്ങളിലെ എല്ലാം തന്നെ ഏറ്റവും വമ്പിച്ച തോതിൽ ജനങ്ങൾ കൂടിച്ചേരുന്ന ഒരു ഉത്സവമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനവും ഇവിടുത്തെ ഈ അന്തരീക്ഷവും എല്ലാം ഭക്തജനങ്ങളെ വൻതോതിൽ ആകർഷിക്കുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുന്നുണ്ട്. ഏതൊരു വ്യക്തിക്കും ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഈ സമാധാനവും ഈ ശാന്തതയും ഇത് മറ്റെവിടെ നിന്നും ലഭിക്കാത്ത അത്ര ഈ അന്തരീക്ഷം ശ്രദ്ധിച്ചാൽ തന്നെ അത് വളരെ പ്രകടമായിട്ടും ആർക്കും മനസ്സിലാവുന്നതാണ്. നേരത്തെ അമ്മത്തൂർ പണിക്കർ പറഞ്ഞതുപോലെ ഇത് പരപ്പനാട് രാജവംശത്തിൻ്റെ തിരുമുറ്റത്ത് ഭഗവതിയായിരുന്നെന്നും അവിടെ സൈനികരുടെ ശക്തി വർധനയ്ക്കായിട്ട് അവർ ഉപാസിച്ചിരുന്ന അവരുടെ ദേവതയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ചരിത്രം അങ്ങനെയാണ്. വർഷത്തിലൊരിക്കൽ ഭഗവതി താലപ്പൊലിപ്പറമ്പിൽ ഉള്ള അനുജത്തിയെ കാണാനുള്ള ഒരു ചടങ്ങാണ് താലപ്പൊലി ഉത്സവമായിട്ട് മാറിയിട്ടുള്ളത്. താലപ്പൊലി പറമ്പിലേക്ക് ഭഗവതി പോയിട്ട് അനുജത്തിയെ ദർശിച്ച് തിരിച്ചു വരുമ്പോൾ അനുജത്തിയുടെ തോഴിമാർ ഭഗവതിയെ അനുഗമിച്ചു. അതിൻ്റെ ഒരു അനുസ്മരണ ചടങ്ങ് പോലെയാണ് ഈ താലപ്പൊലി ആഘോഷം പിന്നീട് നടത്തി വരുന്നത്. മറ്റ് എല്ലാ അമ്പലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ താലത്തിൽ പൊലിയെടുത്ത് ഓടുകയാണ്. ഓട്ടത്താലപ്പൊലി അമ്മത്തൂർ പണിക്കർ പറഞ്ഞ പോലെ ഓട്ടത്താലപ്പൊലിയാണ് ഇത്. മലബാറിൽ മറ്റെവിടെയെങ്കിലും ഉള്ളതായിട്ട് അറിവില്ല. പിന്നെ ഇപ്പോൾ പ്രധാനമായിട്ടും കമ്മിറ്റി ഏറ്റെടുത്ത് വരുന്ന നിർമ്മാണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്ന് മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിന് ഒരു ചുറ്റുമതിൽ പണിയുന്നതിലാണ്. ഇവിടെ ഭക്തജനങ്ങൾ വഴിപാടായിട്ട് മുട്ടർപ്പ് നടക്കുന്നുണ്ട്. നാളികേരം മുട്ടർത്താൽ അതിൽ നിന്ന് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്ഷേത്ര ജീർണോദ്ധാരണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട്
അതിൽ നാളികേര മുറികൾ അവർ സംഭാവന ചെയ്യും. അങ്ങനെ കിട്ടുന്ന ആ പൈസ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ മതിലിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അതിപ്പോൾ പകുതിയോളം ആയിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവർത്തനങ്ങളും അധികം താമസിക്കാതെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ 2004 നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിൽ താഴെ അയ്യപ്പക്ഷേത്ര പരിസരത്തായിട്ട് ഒരു ഗണപതി കോവിലും ശിവക്ഷേത്രവും പണിയണമെന്ന് കണ്ടിട്ടുണ്ട്. ആയതിന് നേരത്തെ പറഞ്ഞ പോലെ ഈ ജീർണോദ്ധാരണ കമ്മിറ്റി പ്രത്യേകമായിട്ട് അതിന് രൂപം കൊണ്ടിട്ടുണ്ട്. അത് ആ കമ്മിറ്റിയിൽ അമ്മത്തൂർ പണിക്കർ, സമിതി ഭാരവാഹികൾ കൂടാതെ അമ്മത്തൂർ പണിക്കർ, ദേവസ്വം മാനേജർ എന്നിവരെല്ലാം അംഗങ്ങളാണ്. അതിൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ദേവസ്വവും ക്ഷേത്ര സംരക്ഷണ ജീർണോദ്ധാരണ കമ്മിറ്റിയും കൂടി സംയുക്തമായിട്ടാണ്. അതിലേക്ക് ഭക്തജനങ്ങളിൽ നിന്നും സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ട്. ഒരു വൻതോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഈ നിറങ്കൈതക്കോട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെയും നടത്താൻ പറ്റിയിട്ടില്ല. പ്രധാനമായിട്ടും ഇവിടെ ജീർണിച്ച ഒരു കെട്ടിടം എന്ന് പറയുന്നത് പാട്ടുപുരയും പത്തായപ്പുരയും ചേർന്നിട്ടുള്ള ആ കെട്ടിടമാണ്. അത് ലക്ഷങ്ങൾ ഒരുപാട് ചിലവഴിക്കേണ്ട ഒരു പരിപാടിയായതുകൊണ്ടും തൽക്കാലം കുഴപ്പമില്ലാതെ നിൽക്കുന്നതുകൊണ്ട് അത് കമ്മിറ്റി ഏറ്റെടുത്തില്ലെങ്കിലും സമീപഭാവിയിൽ അത് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. കമ്മിറ്റി പ്രധാനമായിട്ടും നടത്തി വരുന്നത് ഇവിടുത്തെ ഇല്ലുമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട്, പിന്നെ സ്റ്റേജിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം, കലാപരിപാടി, അതുകൂടാതെ പിന്നെ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന പരിപാടി വെടിക്കെട്ടാണ്. ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഇവിടുത്തെ വെടിക്കെട്ട് കാണാൻ ധാരാളം ആളുകൾ എത്തിച്ചേരാറുണ്ട്. നിറങ്കൈതക്കോട്ട ക്ഷേത്രത്തിൽ ധാരാളം വരുമാനങ്ങളുണ്ടെങ്കിലും ഭൂപരിഷ്കരണം വന്നതിന് ശേഷം പാട്ടം വഴിയുള്ള വരവ് കുറഞ്ഞു പോവുകയും വഴിപാടിലൂടെയുള്ള വരുമാനത്തെ മാത്രം ആശ്രയിച്ച് ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതി വന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ വരുമാനം ഉണ്ടെങ്കിലും വളരെയേറെ ജീവനക്കാരും ഇവിടെയുണ്ട്. അവരുടെ ശമ്പളം അതുപോലെ കൂറ് ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കാര്യമായ ഒരു മിച്ചം കിട്ടാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഉത്സവങ്ങളായാലും എല്ലാം തന്നെ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണത്തോടു കൂടി മാത്രമേ നടക്കുകയുള്ളൂ. കമ്മിറ്റിയെ സംബന്ധിച്ചാണെങ്കിൽ ഭക്തജനങ്ങളെ വൻതോതിൽ ചൂഷണം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ധനസമാഹരണം നടത്താറില്ല. പരമാവധി ഭക്തജനങ്ങളുടെ ഒരു താല്പര്യാനുസരണമായിട്ടുള്ള പരിപാടികളാണ് ഏറ്റെടുത്ത് നടത്തി വരുന്നത്. ഈ കമ്മിറ്റിയിൽ പ്രസിഡൻ്റായ എന്നെ കൂടാതെ 2 വൈസ് പ്രസിഡന്റുമാർ PM ഉണ്ണീഷൻ നായരും തറവ് ഹരിദാസനും, പിന്നെ അതുകൂടാതെ സെക്രട്ടറി പാണ്ഡ്യശാല ഉണ്ണികൃഷ്ണൻ, ജോയിൻറ്റ് സെക്രട്ടറിമാരായിട്ട് PM ശശികുമാർ, കോലക്കാട് സുബ്രഹ്മണ്യൻ, പിന്നെ ട്രഷററായിട്ട് ജോയിൻറ്റ് സെക്രട്ടറിയായിട്ട് ശിവദാസനും, പിന്നെ ട്രഷറായിട്ട് പീച്ചുംകോളി മോഹൻദാസും. അതുകൂടാതെ മൊത്തത്തിലൊരു 30 അംഗങ്ങൾ അടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. കമ്മിറ്റിയുടെ കാലാവധി 2 വർഷമാണ്. ഈ വർഷം ഡിസംബറോടുകൂടി കമ്മിറ്റിയുടെ കാലാവധി പൂർത്തിയാവുന്ന മുറയ്ക്ക് പുതിയ അംഗങ്ങളെ ചേർക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ചടങ്ങുകളിൽ ഈ താലപ്പൊലിയോടനുബന്ധിച്ച് അല്ലാത്ത ദിവസങ്ങളിൽ മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത് ഇവിടുത്തെ ഗുരുതർപ്പണമാണ്. വൈകുന്നേരം സൂര്യാസ്തമനം മുമ്പായിട്ട് നടക്കുന്നത്. താലപ്പൊലി ദിവസത്തെ ഗുരുതി തർപ്പണം എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ളതാണ്. ഈ ഗുരുതി തർപ്പണമാണ് ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഒരു സൈനിക കേന്ദ്രമായിരുന്നു എന്നുള്ളതിന് ഭൂമിശാസ്ത്രപരമായി തന്നെ ഇവിടെ ഒരുപാട് തെളിവുകളുണ്ട്. ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരു കിടങ്ങുണ്ട്. ഈ കിടങ്ങ് പോയിട്ട് അവസാനിക്കുന്നത് കൊക്കർണി എന്ന് പറയുന്ന ഒരു ഗുഹാസമാനമായ ഒരു കിണറിലാണ്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊക്കർണി. ഈ ക്ഷേത്രത്തിന് ചുറ്റും
ഉണ്ട് എന്ന് പറയപ്പെടുന്ന കിടങ്ങ് വന്ന് അവസാനിക്കുന്നത് ഇവിടെയാണ്. ഈ കിടങ്ങിലേക്ക് ശരിക്കും മനുഷ്യർക്ക് ഇറങ്ങി വരത്തക്ക രീതിയിൽ പടവുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും വെട്ടിത്താഴ്ത്തിയിട്ടുള്ളതാണ്. പഴയ രാജഭരണ കാലത്ത് മേക്കോട്ടയിലേക്ക് പൂജ ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഈ കൊക്കർണിയിൽ നിന്നായിരുന്നു എടുത്തിരുന്നത് എന്ന് പഴമക്കാരിൽ നിന്നും കേട്ടറിഞ്ഞിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഇതിൻ്റെ തുടർച്ച ഇനി എങ്ങോട്ടെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. ചരിത്രാന്വേഷകരെ സംബന്ധിച്ച് ഈ കാഴ്ചകളെല്ലാം ശരിക്കും പഠിക്കേണ്ടതാണ്. ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആകാശമാകും പൂലക്കുടക്കീഴിൽ ആനന്ദ ചിന്മയി എഴുന്നള്ളുന്നു. ഇവിടെയാണ് പ്രസിദ്ധമായ മേക്കോട്ട താലപ്പൊലി മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം. വളരെ വിസ്തൃതമായ ഈ പ്രദേശത്ത് വളരെ സൗകര്യപ്രദമായ വെടിമരുന്ന് കാണുന്നതിനും അത് ഒരുക്കുന്നതിനുള്ള സൗകര്യവും ഭൂപ്രദേശവും ഇവിടെയുണ്ട്. കേരളത്തിൽ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങൾക്ക് ഇത്രയും വിശാലമായ വെടിക്കെട്ട് പ്രദേശം ഉണ്ടോ എന്ന സംശയമാണ്. കാലപ്രവാഹത്തിൽ രൂപം കൊണ്ട സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങളാൽ പരപ്പനാട് രാജവംശജർ മലബാർ വിട്ടു. ക്ഷേത്ര സ്വത്തുക്കളും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. കമ്പനി അത് സാമൂതിരി രാജാവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇന്ന് ക്ഷേത്രം ഊരാള സ്ഥാനത്ത് സാമൂതിരി രാജകുടുംബം. ഈ ക്ഷേത്രം പൂർണ്ണമായും സാമൂതിരി രാജയുടെ ഉടമസ്ഥയിലുള്ളതാണ്. ഇതിന്റെ ഭരണം നടത്തിപ്പ് സാമൂതിരി രാജയാണ്. ഈ കമ്മിറ്റിയെ സംബന്ധിച്ച് സാമൂതിരിയുടെ നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് നടന്നു വരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് പുതിയ സാമൂതിരി രാജ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി കൃഷ്ണണി രാജയുടെ പ്രത്യേക താല്പര്യപൂർവമായ ഒരു സമീപനം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി വളരെ കൂടുതൽ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹകരണം കമ്മിറ്റിയെ സംബന്ധിച്ച് വളരെ സ്മരണീയമാണ്. അതിൽ കമ്മിറ്റിക്ക് അങ്ങേയറ്റ ചാരിതാർത്ഥ്യം ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ജീർണോദ്ധാരണ കമ്മിറ്റി അതിൻ്റെ അംഗീകാരം ലഭ്യമാക്കുന്നതിന് അദ്ദേഹം വളരെ നല്ലൊരു സമീപനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഏതായാലും ഈ ക്ഷേത്രവും ഈ ജീർണോദ്ധാരണ കമ്മിറ്റിയും എല്ലാം തന്നെ ഇപ്പോഴത്തെ സാമൂതിരി രാജയുടെ ഭരണത്തോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. മേക്കോട്ട ഭഗവതിയുടെ പേരിലും അയ്യപ്പൻ്റെ പേരിലും അവർക്ക് പ്രത്യേകം ഞാൻ ഈ സന്ദർഭം നന്മ നേരുകയാണ്. വിടർന്ന മിഴികളി മഴവില്ലുദിക്കുന്നു, വിധിയും കൈകൂപ്പുന്നു. വിടർന്ന മിഴികളി മഴവില്ലുദിക്കുന്നു, വിധിയും കൈകൂപ്പുന്നു. കമ്മിറ്റി ഭാരവാഹികൾ: ഒ രാധാകൃഷ്ണൻ പ്രസിഡന്റ്, PM ഉണ്ണികൃഷ്ണൻ നായർ വൈസ് പ്രസിഡന്റ്, T ഹരിദാസൻ വൈസ് പ്രസിഡന്റ്, P ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി, PM ശശികുമാർ, C ശിവദാസൻ, K സുബ്രഹ്മണ്യൻ ജോയിന്റ് സെക്രട്ടറിമാർ, P മോഹൻദാസ് ഖജാൻജി. ശ്രീ VM സുരേഷാണ് ക്ഷേത്രം മാനേജർ. ക്ഷേത്രം മേൽശാന്തി നന്ദേഷ് നമ്പൂതിരി, കീഴ്ശാന്തി നാരായണൻ നമ്പൂതിരി. ക്ഷേത്രം കഴകക്കാർ കുണ്ടിലാട്ട് വിജയകൃഷ്ണ വാര്യർ, പടിഞ്ഞാറെ വാരിയം ശ്രീദേവി വാരസ്യർ.